വിവരങ്ങളുമായി MS ലിഷോയ് ചേർന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു താരപുത്രിയുടെ കൂടി വിവാഹം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു തമിഴ് ബ്രാഹ്മിൻ ശൈലിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അതീവ സുന്ദരിയായിട്ടാണ് വധു എത്തിയിരിക്കുന്നത്. ആരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തു? അതായത് പ്രധാനമായും കുടുംബ അംഗങ്ങളാണ് കൂടുതലായും പങ്കെടുത്തത്. അതായത് ഇനിയിപ്പോൾ 11 മണിയോടുകൂടി തൃശ്ശൂരിൽ വെച്ച് ഇതിൻ്റെ ഒരു വിവാഹ സൽക്കാരം കൂടി നടക്കുന്നുണ്ട്. അതിനാണ് കൂടുതൽ സിനിമാ താരങ്ങളും രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖരും എല്ലാവരും തന്നെ പങ്കെടുക്കുക. ഇന്നിപ്പോൾ അതിരാവിലെ തന്നെയാണ് ഈ വിവാഹ ചടങ്ങ് നടന്നത്. ഏകദേശം 6 മണിയോടുകൂടിയാണ് ഗുരുവായൂരിലെ ക്ഷേത്രനടയിലുള്ള മണ്ഡപത്തിൽ രാവിലെ ഈ വിവാഹം നടന്നത്. നവനീതും മാളവികയുമായുള്ള വിവാഹം ഈ ജയറാമും പാർവതിയും കാളിദാസനും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ തൃശ്ശൂർ ഹയാത്തിലാണ് ഇന്നിപ്പോൾ 11 മണിയോടുകൂടി ഈ വിവാഹത്തിൻ്റെ സൽക്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവ വെച്ചിരിക്കുന്നത്. ആ സമയത്തേക്ക് അവിടേക്കാണ് എത്തുക. കൂടാതെ സിനിമാ മേഖലയിൽ നിന്നും ജയറാമിൻ്റെ ഒരു സൗഹൃദം നമുക്കറിയാവുന്നതാണ്. എല്ലാവരുമായി അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള മിക്കവാറും പ്രമുഖരെല്ലാവരും തന്നെ ഇന്നിപ്പോൾ ഈ വിവാഹത്തിന് എത്തുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് അതിരാവിലെയാണ് വിവാഹം നടന്നത്. വളരെ ലളിതമായൊരു ചടങ്ങ് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ഇനിയിപ്പോൾ വിപുലമായ ചടങ്ങുകളാണ് ഈ രാവിലെ 11 മണിയോടുകൂടി തൃശ്ശൂരിൽ വെച്ച് നടക്കുക. അതിനുശേഷം പിന്നീട് അതായത് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കുമായി മറ്റൊരു ചടങ്ങ് കൂടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ അതിവൈകാരികമായി എപ്പോഴും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ജയറാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സ്വപ്നമായി അദ്ദേഹം മുൻപ് പല വീഡിയോകളിലും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, മകളുടെ ഒരു വിവാഹം എന്ന് പറയുന്നത്. അത് എന്തായാലും ഇന്നിപ്പോൾ സഫലമായിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് താലി ചാർത്തിയിരിക്കുകയാണ് നവനീത് മാളവികയുടെ കഴുത്തിൽ.